കോൺഗ്രസിന്റെ ചേലക്കരയിലെ കൊടിമരം മോഷണം പോയി. കേസിൽ 3 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിഥിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടിമരം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയായി. ജേസൺ ചാമളത്തിലുണ്ട് വിവരങ്ങളുമായി. ജേസൺ, അവിടുത്തെ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ കൊടിമരം എടുത്തുകൊണ്ടുപോകൽ? ആരാണെന്ന ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാകുന്നുണ്ടല്ലേ? എപ്പോഴാണ് ഇത് സംഭവം? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചാലക്കര അതുപോലെ തന്നെ വടക്കാഞ്ചേരി മേഖലകളിലെല്ലാം തന്നെ പോലീസുമായും KSU കോൺഗ്രസ് പ്രവർത്തകരുമായൊക്കെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവം. ചേലക്കര സെന്ററിൽ സ്ഥാപിച്ചിരുന്ന കൊടിമരം മോഷണം പോയി. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് CCTV ദൃശ്യങ്ങളിൽ കൊണ്ടുപോകുന്നത് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലും ആണ് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിഥിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ് തുടങ്ങി 4ഓളം പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകുന്നത്. ജേസൺ, ഇതിൽ CPIM പ്രതികരിക്കുന്നുണ്ടോ? ഈ കൊടിമരം എടുത്തുകൊണ്ടുപോയ SFI പ്രവർത്തകർ? CPM ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ യാതൊരു പ്രതികരണത്തിനും മുതിർന്നിട്ടില്ല. കാരണം പ്രതികരണത്തിന് ശക്തി ഉണ്ടാകില്ല എന്നത് വളരെ വ്യക്തമാണ്. ദൃശ്യങ്ങൾ സഹിതം പോലീസ് പിടികൂടിയ സംഭവത്തിൽ മറ്റേതെങ്കിലും ന്യായീകരണവുമായി രംഗത്ത് വരാൻ CPM-നോ അല്ലെങ്കിൽ SFI സംഘടനയ്ക്കോ കഴിയില്ല. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമാണ് മോഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് പോലീസിന് ഇവരെ പിടികൂടാനായത്. ഏതായാലും 3 പേരും സംഘടനാ ചുമതലയുള്ളവർ തന്നെയാണ്. SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചേലക്കര ഏരിയ പ്രസിഡന്റും വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറിയും ഒക്കെയാണ്. കൊടിമരം രാത്രി എടുത്തുകൊണ്ടുപോകുന്നവരുടെ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞതുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ജേസൺ നൽകുന്നത്.